ഹലോ എവരി വൺ. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു നിർത്തിയത് അടുത്ത വീഡിയോയിൽ ഞാൻ ജ്വല്ലറീസ് റിവീൽ ചെയ്യാമെന്നായിരുന്നു അല്ലേ? ഒരുപാട് പേര് എന്നോടിപ്പോൾ ചോദിക്കുന്ന ഒരു കാര്യമെന്ന് പറഞ്ഞാൽ ചാനലൊക്കെ തുടങ്ങിയിട്ട് കുറേ ആയല്ലോ, കളക്ഷൻസ് ഒന്നും കണ്ടില്ലല്ലോ എന്നും. ശരിക്കും ഈ ഡിലേ എന്താണെന്ന് വെച്ചാൽ ജ്വല്ലറി സെയിൽ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുൻപ് എനിക്ക് കുറേ കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ടായിരുന്നു. നമ്മളൊരു 10 to 6 ജോബുള്ള ഒരാളായതുകൊണ്ട് നമ്മുടെ സ്വന്തം കാര്യങ്ങൾ നമ്മൾ തീരുമാനിച്ച പോലെ അത്ര എളുപ്പത്തിൽ നടത്തിയെടുക്കാൻ പറ്റില്ലല്ലോ. പണ്ട് ആരോ പറഞ്ഞതുപോലെ എല്ലാത്തിനും അതിൻ്റേതായ സമയമുണ്ടല്ലോ ദാസ. അപ്പോൾ ഈ കാണിക്കുന്ന യാത്രകളൊക്കെ എൻ്റെ ടു ഡു ലിസ്റ്റാണ്. ലിസ്റ്റ് മുഴുവനായോ എന്ന് ചോദിച്ചാൽ ഇല്ല, ഇനിയും കുറച്ച് ബാക്കിയുണ്ട്. അതും ഞാൻ വഴിയെ കാണിക്കാം. ഇപ്പോൾ ഈ അൺബോക്സ് ചെയ്തത് ഒരു പാർസൽ മാത്രമാണ്. ഇനിയും സാധനങ്ങൾ ഓണം പ്രമാണിച്ച് വന്നിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് എന്നെപ്പോലെ മിഡിൽ ക്ലാസ്സുകാർക്ക് പറ്റിയ അഫോർഡബിൾ ആയിട്ടുള്ള ലൈറ്റ് വെയ്റ്റ് ജ്വല്ലറീസ് ദാറ്റ് വർക്ക്സ് ഫോർ എനി സിറ്റുവേഷൻ, എസ്പെഷ്യലി ഫോർ ദോസ് ഹു അറ്റൻഡ് കോളേജ്, സ്കൂൾ ഓർ ദ ജോബ്. ഓൺലൈൻ വഴി സാധനങ്ങൾ വന്നു തുടങ്ങുന്നു. അതുപോലെ തന്നെ ഡാമേജ് പീസുകളും ഒട്ടും കുറവല്ല. ഒന്നും തന്നെ പ്രോപ്പറായിട്ട് ബബിൾ റാപ്പ് ചെയ്യുന്നില്ല. ഒരു അൺബോക്സിങ്ങിൽ തന്നെ 2 അല്ലെങ്കിൽ 3 പീസ് വീതം ഡാമേജ് വരുന്നുണ്ട്. സെല്ലേഴ്സിനെ കോൺടാക്റ്റ് ചെയ്യുമ്പോൾ അവരുടെ സ്ഥിരം റിപ്ലൈസ് ലൈക്ക് ഓൾ ഓഫ് ദ ഐറ്റംസ് വർ ഷിപ്ഡ് ഇൻ ഗുഡ് കണ്ടീഷൻ, ഇഫ് ദേ ആർ ഡാമേജ്ഡ് ഇറ്റ്സ് ഡ്യൂ ടു ദ ഷിപ്പിംഗ് പ്രോസസ്. അവരോട് തർക്കിച്ച് വെറുതെ സമയം പോയതല്ലാതെ എന്ത് കാര്യം? ഓരോ കൊറിയർ വരുമ്പോഴും ഇപ്പോൾ ഒരു വല്ലാത്ത ടെൻഷനാണ്, ഇതിൽ എത്ര പീസ് ഡാമേജ് കാണും എന്നോർത്ത്. നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ട് ഇതിൻ്റെ എല്ലാം പുറകെ നടന്ന് ഒരു ബ്രാൻഡ് ഉണ്ടാക്കിയെടുക്കുക എന്നത് അത്ര സിമ്പിളായ ഒരു കാര്യമല്ല. ചിലപ്പോഴൊക്കെ ഞാൻ കരുതും, ആര് പർച്ചേസ് ചെയ്യാനാ? ആരും വാങ്ങാതെ സാധനങ്ങൾ ഇങ്ങനെ ഇരുന്ന് പോകുമോ? അങ്ങനെ ചിന്തിച്ചു തുടങ്ങുമ്പോൾ ഒരു വല്ലാത്ത ടെൻഷനാണ്. ഇപ്പോൾ അതിനെക്കുറിച്ചൊന്നും കൂടുതൽ ആലോചിക്കാതെ പ്രോസസ്സ് എല്ലാം കംപ്ലീറ്റ് ചെയ്യുന്നു. ബാക്കിയെല്ലാം അപ്പോഴല്ലേ, വരുന്നിടത്ത് വെച്ച് കാണാം.